കൂടലിൽ ബസും ഓട്ടോറിക്ഷയും തമ്മിൽ കൂട്ടിയിടിച്ച് ഒരു കുടുംബത്തിലെ 5 പേർ മരിക്കാനിടയായ സംഭവം സ്വകാര്യ ബസിന്റെ അപാകത മൂലമല്ലെന്നാണ് സംയുക്ത അന്വേഷണ സമിതിയുടെ പ്രാഥമിക കണ്ടെത്തൽ. ബസും ഓട്ടോയും കൂട്ടിയിടിച്ച് 5 പേർ മരിക്കാനിടയായ സംഭവത്തിൽ അപകട സ്ഥലവും വാഹനങ്ങളും മോട്ടോർ വാഹന വകുപ്പിന്റെയും പോലീസ് വകുപ്പിന്റെയും മരാമത്ത് വകുപ്പ് അധികൃതരുടെയും നേതൃത്വത്തിൽ സംയുക്ത പരിശോധന നടത്തി. അപകട കാരണം കണ്ടെത്തുന്നതിനായിട്ടാണ് വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥന്മാരുടെ നേതൃത്വത്തിൽ സംയുക്ത അന്വേഷണവും പരിശോധനയും നടത്തിയത്. അപകടം നടന്ന സ്ഥലത്ത് എതിർദിശയിൽ നിന്നുള്ള വാഹനങ്ങൾക്ക് പരസ്പരം കാണാൻ കഴിയുന്ന സാഹചര്യമായിരുന്നു നിലവിലുണ്ടായിരുന്നതെന്നും 200 മീറ്റർ അകലത്തിൽ വരെ റോഡ് കാണാൻ കഴിയുമായിരുന്നുവെന്നും അതിനാൽ റോഡിന്റെ കുഴപ്പം മൂലമല്ല അപകടമുണ്ടായതെന്നുമാണ് അധികൃതരുടെ കണ്ടെത്തൽ. അപകടത്തിൽപ്പെട്ട വാഹനത്തിന്റെ അമിത വേഗതയാണ് അപകട കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. പുതിയ ഓട്ടോറിക്ഷയാണ് അപകടത്തിൽപ്പെട്ടത്. ഇതിന്റെ ബ്രേക്കിന് അപാകത ഉണ്ടോ എന്നത് പരിശോധനയ്ക്ക് വിധേയമാക്കും. സ്ഥലം സന്ദർശിച്ച നോർത്ത് സോൺ ട്രാഫിക് പോലീസ് മേധാവി ജി ഭുവനചന്ദ്രന് അപകടത്തെ തുടർന്നുള്ള പോലീസിന്റെ റിപ്പോർട്ട് കൂടൽ പോലീസ് കൈമാറി. ഇത് സ്ട്രൈറ്റ് റോഡാണ്, സ്ട്രിഞ്ചന്റ് റോഡാണ്. ഇത്രയും വിധത്തിൽ മാത്രമല്ല ഇത് നമുക്ക് കറക്റ്റായിട്ട് കാണാൻ പറ്റുന്ന വിസിബിൾ ഇതാണ്. അപ്പം അതിൽ വന്നതിൽ സാധാരണ കയറ്റം കയറി ഇങ്ങനെ വരുന്ന സമയത്ത് ഇറക്കത്തിൽ ഇറങ്ങുമ്പോൾ ചിലപ്പോൾ ഇത് നമുക്ക് കാണാൻ പറ്റില്ല. പക്ഷെ ഇതങ്ങനെയുള്ളതല്ല, എല്ലാം വിസിബിളായിട്ട് നമുക്ക് കാണാവുന്നതാണ്. അപ്പോൾ ഒന്നുകിൽ ബ്രേക്ക് ഫെയിലിയറാണ്, അത് ഇവരുടെ അന്വേഷണത്തിലെ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ മോട്ടോർ വെഹിക്കിൾസ്. അപ്പോൾ അതല്ലെങ്കിൽ ഈ ഡ്രൈവറിൻ്റെ അശ്രദ്ധയായിരിക്കണം, അല്ലെങ്കിൽ അത് കാരണം ബാക്കിലോട്ട് തിരിഞ്ഞിരുന്ന് സംസാരിച്ചോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കണം. ഇത് ഈ റോഡിൻ്റെ ഈ സൈഡിൽ നിന്ന് ഇങ്ങോട്ട് കയറി വന്നപ്പോൾ വലത് സൈഡിലോട്ട് കയറിയായി ഓട്ടോറിക്ഷ വലത് സൈഡിൽ കയറിയിരിക്കുന്നു. ബസ് കറക്റ്റായിട്ട് ഇടത് സൈഡിൽ ബ്രേക്ക് ചെയ്തിരിക്കുന്നു. അപ്പോൾ അത് അന്വേഷണത്തിലേ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അപകടത്തിനിടയാക്കിയ സാഹചര്യം സംബന്ധിച്ച് ശരിയായ വിവരം ലഭിച്ചിട്ടില്ലെന്നാണ് അറിയുന്നത്. മരിച്ച കുട്ടികളുടെ അമ്മ സൌമ്യയെ നേരിട്ട് കണ്ട് CI MR മധുബാബുവിന്റെ നേതൃത്വത്തിൽ മൊഴിയെടുക്കും. ബസ്സിലുണ്ടായിരുന്ന യാത്രക്കാർ, പരിക്കേറ്റവർ, പോസ്റ്റ്മോർട്ടം നടത്തിയ സർജൻമാർ, പ്രദേശവാസികൾ എന്നിവരെ സന്ദർശിച്ച് വിവരം ശേഖരിക്കും. അടൂർ DYSP S അനിൽദാസ്, അടൂർ ജോയിന്റ് RTO R തുളസീധരൻ പിള്ള, മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരായ P ശ്യാം, K പ്രതാപ്, മരാമത്ത് വകുപ്പ് റോഡ് വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ എന്നിവരാണ് അപകട സ്ഥലത്തെത്തി പരിശോധന നടത്തിയത്. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം.